The first book of account, recording of transaction, നമ്മൾ ആദ്യം ചെയ്യുന്നത് ജേർണലൈസിംഗ് ആണ്. The journal record all daily transactions of a business in order in which they occur. അതായത് ഏത് ഓർഡറിലാണോ അത് സംഭവിക്കുന്നത് ആ ഓർഡറിൽ നമ്മൾ ജേർണലിൽ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുക. അതായത് ഡേറ്റ് വൈസ് ഓർഡർ വേറെ ഒന്നുമില്ല. ഇപ്പോൾ 1, 2, 3, 4 ആ ഒരു ഓർഡറിലായിരിക്കും നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. ഇനി 1-ാം തീയതി 2-ാം തീയതി 1, 2, 3 അത് കഴിഞ്ഞ് 5 വരുന്നത്. പിന്നെ 10 ഉള്ളെങ്കിൽ അത് കുഴപ്പമില്ല, അങ്ങനെ ചെയ്യാം. പക്ഷേ നമ്മൾ ആദ്യം 10 എഴുതിയിട്ട് പിന്നെ 5-ാം തീയതി എന്നുള്ള ഡേറ്റ് എഴുതാൻ നിൽക്കരുത്. അപ്പോൾ അതാണ് ക്രോണോളജിക്കൽ ഓർഡർ എന്ന് ഉദ്ദേശിക്കുന്നത്. ഉള്ള ഡേറ്റ്സ് പ്രോപ്പർ ഓർഡറിലായിരിക്കണം എഴുതുന്നത്, അത്രയേ ഉള്ളൂ. A journal may therefore be defined as a book containing a chronological record of transactions. പിന്നെ ഇറ്റ് ഈസ് എ ബുക്ക് ഇൻ വിച്ച് ദ ട്രാൻസാക്ഷൻസ് ആർ റെക്കോർഡഡ് ഫോർമോസ്റ്റ് അണ്ടർ ദ ഡബിൾ എൻട്രി സിസ്റ്റം. നമ്മൾ യൂസ് ചെയ്യുന്നത് ഡബിൾ എൻട്രി സിസ്റ്റം ഇവിടെ. ദസ് എ ജേർണൽ ഈസ് എ ബുക്ക് ഓഫ് ഒറിജിനൽ റെക്കോർഡ്. ജേർണൽ എന്ന് പറയുന്നത് ബുക്ക് ഓഫ് ഒറിജിനൽ റെക്കോർഡ്സ് ആണ്. എ ജേർണൽ ഡസ് നോട്ട് റീപ്ലേസ് ദ പ്രൊസീഡ്സ് ദ ലെഡ്ജർ. അതായത് നമ്മൾ ലെഡ്ജറിന് പകരം ആവത്തില്ല ഒരിക്കലും ജേർണൽ. ഓക്കെ, ജേർണലും ചെയ്യണം, ലെഡ്ജറും ചെയ്യണം. ദ പ്രോസസ് ഓഫ് റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻ ഇൻ ജേർണൽ ഈസ് കോൾഡ് ജേർണലൈസിങ്. നമ്മൾ ജേർണലിൽ ട്രാൻസാക്ഷനെ റെക്കോർഡ് ചെയ്യുന്നതിൻ്റെ പേരാണ് കേട്ടോ ജേർണലൈസിങ്. ഇനി അതിൻ്റെ ഫോർമാറ്റ് നമ്മൾ ജേർണലിന് എഴുതണം, ഹെഡിങ് എഴുതണം ജേർണലിന്, അല്ലെങ്കിൽ ജേർണൽ എൻട്രീസ് എന്ന് ഹെഡിങ് എഴുതാം. ഇൻ ദ ബുക്സ് ഓഫ്, അത് ആരുടെ ബുക്സ് ആണെന്ന് ആദ്യം എഴുതണം. എന്നിട്ട് ജേർണൽ അല്ലെങ്കിൽ ജേർണൽ എൻട്രീസ് എന്ന് എഴുതുക. ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, ലെഡ്ജർ, ഫോളിയോ കോളം, ഡെബിറ്റ്, ക്രെഡിറ്റ്. ഇതിൽ ഡേറ്റ് കോളം ആ ട്രാൻസാക്ഷൻ ഡേറ്റ്, അതിനകത്ത് പർട്ടിക്കുലേഴ്സ് കോളം പ്രോപ്പർട്ടീസ് എന്നല്ല നമ്മൾ എഴുതുക, പർട്ടിക്കുലേഴ്സ് എന്നാണ് കേട്ടോ എഴുതുക. പർട്ടിക്കുലേഴ്സ് എന്നാണ് എഴുതുന്നത്. PARTICULARS പർട്ടിക്കുലേഴ്സ്, ലെഡ്ജർ, ഫോളിയോ, ഡെബിറ്റ് എമൗണ്ട്, ക്രെഡിറ്റ് എമൗണ്ട്. അപ്പോൾ പർട്ടിക്കുലേഴ്സിലാണ് നമ്മൾ ജേർണൽ എൻട്രീസ് എഴുതുന്നത്. പിന്നെ ഡെബിറ്റ് കോളം ഉണ്ട്, ക്രെഡിറ്റ് കോളം ഉണ്ട്. ലെഡ്ജർ ഫോളിയോ എന്ന് വെച്ചാൽ പണ്ടൊക്കെ നമ്മൾ ബുക്സിലായിരുന്നു അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ലെഡ്ജർ ബുക്കിൻ്റെ നമ്പർ, പേജ് നമ്പർ, അതാണ് ലെഡ്ജർ ഫോളിയോ. ഓക്കെ, ഇപ്പം നമുക്ക് കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടാണ് ചെയ്യുന്നത്, അതിൻ്റെ ആവശ്യമില്ല. എന്നാലും ഫോർമാറ്റ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഡേറ്റ് ഉണ്ട്, പെർട്ടിക്കുലേഴ്സ് ഉണ്ട്, ലെഡ്ജർ ഫോളിയോ ഉണ്ട്, ഡെബിറ്റ്, ക്രെഡിറ്റ്. ഇനി ലെഡ്ജർ ഇസ് എ ബുക്ക് വിച്ച് കണ്ടെയ്ൻ വേരിയസ് അക്കൗണ്ട്സ്. ലെഡ്ജർ എന്ന് പറഞ്ഞാൽ ഒരു ബുക്ക്, അതിനകത്ത് പല അക്കൗണ്ട്സ്, ഒരുപാട് അക്കൗണ്ട് കാണും. ഇൻ അതർ വേർഡ്സ് ലെഡ്ജർ ഇസ് എ സെറ്റ് ഓഫ് അക്കൗണ്ട്സ്. അതിന് നമുക്ക് ലെഡ്ജറിന് ഒരു സെറ്റ് ഓഫ് അക്കൗണ്ട്സ് എന്ന് വേണമെങ്കിലും പറയാം. ഇറ്റ് കണ്ടെയ്ൻ ഓൾ അക്കൗണ്ട്സ് ഓഫ് ദ ബിസിനസ് എൻ്റർപ്രൈസ്. ഒരു ബിസിനസ് എൻ്റർപ്രൈസിൻ്റെ എല്ലാ അക്കൗണ്ട്സും ലെഡ്ജറിനകത്ത് ഉണ്ടാവും. വെദർ റിയൽ, നോമിനലോ പേഴ്സണൽ. റിയലും നോമിനലും പേഴ്സണലും എല്ലാ അക്കൗണ്ട്സും ലെഡ്ജറിനകത്തുണ്ടാവും. ഇറ്റ് ഈസ് യൂഷ്വലി പ്രിപ്പയർഡ് ആഫ്റ്റർ ജേർണൽ. ജേർണൽ വരച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ ലെഡ്ജർ വരയ്ക്കുക. ആൻഡ് ദർ ഈസ് എ സെക്കൻഡറി ഓർ ഡിറൈവ്ഡ് റെക്കോർഡ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ സെക്കൻഡറി അല്ലെങ്കിൽ ഡിറൈവ്ഡ് റെക്കോർഡ് എന്നാണ് പറയുന്നത്. പ്രൈമറി ജേർണലാണ്. ഫർദർ മോർ ഇറ്റ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ബുക്ക് ഫോർ എ ബിസിനസ് മാൻ. അപ്പോൾ ലെഡ്ജറാണ് ബിസിനസ് കൂടുതൽ ഇമ്പോർട്ടൻസ്. കാരണം എന്താണ്, നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്ന ലെഡ്ജറിൻ്റെ ബാലൻസ് നോക്കിയിട്ടാണ്. നമ്മൾ ലെഡ്ജർ അക്കൗണ്ട് പഠിക്കും, എന്നിട്ട് അത് ബാലൻസ് ചെയ്യാൻ പഠിക്കും. അത് ബാലൻസ് ചെയ്തിട്ട് അതിൻ്റെ ബാലൻസ് എടുത്തിട്ടാണ് നമ്മൾ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പം നമ്മൾ ബിക്കോസ് ഓഫ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ദ ലെഡ്ജർ ഇറ്റ് ഈസ് കോൾഡ് കിങ് ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. നമ്മൾ പറയുന്നത് കിങ് ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് എന്നാൽ ലെഡ്ജറിനെ നമ്മൾ വിളിക്കുന്നത്. പിന്നെ ലെഡ്ജറിൽ നമ്മൾ ട്രാൻസാക്ഷൻസ് എഴുതുന്നതിന് നമ്മൾ പറയുന്ന പേരാണ് പോസ്റ്റിംഗ്. അപ്പോൾ നമ്മൾ ഡെബിറ്റും ക്രെഡിറ്റും നമ്മുടെ ജേർണലിൽ നിന്ന് ലെഡ്ജറിലേക്ക് മാറ്റി എഴുതി കൊടുക്കുമ്പോൾ അതിനെയാണ് നമ്മൾ പോസ്റ്റിംഗ് എന്ന് പറയുക. The posting means transferring the debit and credit items from the journal to their respective accounts in the ledger. It should be noted that exact name of the accounts used in the journal. അക്കൗണ്ടിൻ്റെ പേര് എന്താണോ അതേ പേരിലായിരിക്കും നമ്മൾ ലെഡ്ജർ അക്കൗണ്ട്സ് ഓപ്പൺ ചെയ്തിട്ടുണ്ടാവുക. പോസ്റ്റിംഗ് മേ ബി ഡൺ അറ്റ് എനി ടൈം. പോസ്റ്റിംഗ് നമുക്ക് ഏത് സമയത്ത് വേണേലും ചെയ്യാം. ഹൗവർ ഇറ്റ് ഷുഡ് ബി കംപ്ലീറ്റഡ് ബിഫോർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ആർ പ്രിപ്പയർഡ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ വർക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം ലെഡ്ജറിൻ്റെ. ഇറ്റ് ഈസ് അഡ്വൈസ് ടു കീപ് മോർ ആക്റ്റീവ് അക്കൗണ്ട്സ് പോസ്റ്റഡ് ടു ഡേറ്റ്. അപ്പോൾ എല്ലാ അക്കൗണ്ട്സും നമ്മളിത് കറക്റ്റായിട്ട് ഏറ്റവും കൂടുതൽ റെക്കറിങ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് ഒക്കെ പെട്ടെന്ന് റെക്കോർഡ് ചെയ്യണം എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ ക്യാഷ് അക്കൗണ്ട്, പേഴ്സണൽ അക്കൗണ്ട് ഇതൊക്കെ എപ്പോഴും നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഇനി ലെഡ്ജർ ഫോളിയോ കോളം ഇൻ ദ ജേർണൽ ഈസ് യൂസ്ഡ് അറ്റ് ദ ടൈം വെൻ ഡെബിറ്റ്സ് ആൻഡ് ക്രെഡിറ്റ്സ് ആർ പോസ്റ്റഡ് ടു ലെഡ്ജർ. അപ്പോൾ ഈ ലെഡ്ജർ ഫോളിയോയിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് പേജ് നമ്പർ ഇടാൻ, അത് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. അപ്പോൾ ലെഡ്ജറിലെ പേജ് നമ്പർ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലെഡ്ജർ ഫോളിയോ കോളം ജേർണലിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതേപോലെ തന്നെ ലെഡ്ജറിനകത്ത് ജേർണൽ ഫോളിയോ കോളവും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ രണ്ടും ഒഴിവാക്കാത്തത്. നമ്മളെ ജേർണലിനകത്ത് ലെഡ്ജർ ഫോളിയോയും ലെഡ്ജറിനകത്ത് ജേർണൽ ഫോളിയോയും ആ നമ്പേഴ്സ്
ജേണൽ ബുക്കിൽ ലെഡ്ജർ ഏത് ലെഡ്ജറിലാണെന്നുള്ളതിനാണ് ലെഡ്ജർ ഫോളിയോ നമ്പർ കൊടുത്തേക്കുന്നത്. അതേപോലെ ജേണലിൻ്റെ നമ്പർ അറിയാൻ വേണ്ടിയാണ് ലെഡ്ജർ ബുക്കിനകത്ത് ജേണൽ ഫോളിയോയുടെ നമ്പർ കൊടുത്തേക്കുന്നത്. ഓക്കെ, ഇനി ലെഡ്ജറിൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത് നമ്മൾ ആ അക്കൗണ്ടിൻ്റെ പേര്, ഇപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ട് ആണെങ്കിൽ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് തന്നെ എഴുതും, ഹെഡിങ് എഴുതും. ഹെഡിങ് എഴുതിയിട്ട് ഡേറ്റ്, പെർട്ടിക്കുലേഴ്സ്, ജേണൽ ഫോളിയോ, എമൗണ്ട്. അതിന് ഡെബിറ്റ് സൈഡും ഉണ്ട് ക്രെഡിറ്റ് സൈഡും ഉണ്ട്. അത് എഴുതാൻ നമ്മൾ വിട്ടു പോകരുത്. ഡെബിറ്റും ക്രെഡിറ്റ് അത് മസ്റ്റായിട്ട് എഴുതിയിരിക്കണം. ഡെബിറ്റ് എഴുതണം, ക്രെഡിറ്റ് എഴുതണം. അത് കഴിഞ്ഞിട്ട് ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, ജേണൽ ഫോളിയോ, എമൗണ്ട്. ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, ജേണൽ ഫോളിയോ, എമൗണ്ട് രണ്ട് സൈഡിലും. ഓക്കെ, എന്നിട്ടാണ് നമ്മൾ ട്രാൻസാക്ഷൻസ് കൊണ്ടുവന്ന് എഴുതുന്നത്. ഇനി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ജേണൽ ആൻഡ് ലെഡ്ജർ. ജേണലും ലെഡ്ജറുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എന്താണെന്ന് നോക്കാം. ജേണലും ലെഡ്ജറും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബുക്സ് തന്നെയാണ് ഡബിൾ എൻട്രിയിൽ. ട്രാൻസാക്ഷൻസ് ആർ റെക്കോർഡഡ് ഫസ്റ്റ് ഇൻ ജേണൽ. ആദ്യം നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന ജേണലിലാണ്, അത് കഴിഞ്ഞിട്ടാണ് ലെഡ്ജറിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ ജേണൽ ഫസ്റ്റ് എൻട്രിയാണ്, ലെഡ്ജർ സെക്കൻഡറി എൻട്രിയുടെ ബുക്കാണ്. ജേണൽ എൻട്രി ട്രാൻസാക്ഷൻ നമ്മൾ ക്രോണോളജിക്കൽ ഓർഡർ, അതായത് ഡേറ്റ് വൈസ് ഓർഡറിലാണ് റെക്കോർഡ് ചെയ്യുന്നത്. ലെഡ്ജറിൻ്റെ ട്രാൻസാക്ഷൻ അങ്ങനെയല്ല, അനലിറ്റിക്കൽ ഓർഡറാണ്. അതായത് ഡേറ്റ് വൈസ് ഓർഡറിലല്ല, അത് ഓരോ ട്രാൻസാക്ഷൻ്റെ നമ്മൾ അനലൈസ് ചെയ്ത് വരുന്ന രീതിയിൽ അങ്ങ് റെക്കോർഡ് ചെയ്യത്തേ ഉള്ളൂ, അല്ലാതെ ക്രോണോളജിക്കൽ ഓർഡർ എന്നൊന്നും നമ്മൾ പറയുന്നില്ല. ഇനി ജേണൽ ഈസ് മോർ റിലയബിൾ ഇൻ കമ്പാരിസൺ ടു ലെഡ്ജർ. അപ്പോൾ ജേണലാണ് നമുക്ക് കണ്ടാൽ കൂടുതലായിട്ട് പെട്ടെന്ന് മനസ്സിലാവുക ലെഡ്ജറിനേക്കാളും. ഓക്കെ, അതുമല്ല ആദ്യം നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന ജേണലിലായതുകൊണ്ട് മിസ്റ്റേക്സ് വരാൻ ചാൻസ് കുറവാണ്. ചിലപ്പോൾ ലെഡ്ജറിലോട്ട് എടുത്തെഴുതുമ്പോൾ മിസ്റ്റേക്ക് വന്നാലോ, അതുകൊണ്ട് കൂടുതൽ നമുക്ക് റിലേ ചെയ്യാൻ പറ്റുന്ന ജേണലിനെയാണ്. ദ പ്രോസസ് ഓഫ് റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻസ് ഇസ് ടേംഡ് ആസ് ജേണലൈസിങ്. ജേണലിൽ നമ്മൾ ട്രാൻസാക്ഷൻസ് എഴുതുന്ന ജേണലൈസിങ്. നമ്മൾ ലെഡ്ജറിൽ ട്രാൻസാക്ഷൻ എഴുതുവാണെങ്കിൽ അതിനെ വിളിക്കുന്നതാണ് പോസ്റ്റിംഗ്. നെക്സ്റ്റ് വൺ വന്നിട്ട് ബാലൻസിങ് ഓഫ് അക്കൗണ്ട്സ്. നമ്മൾ നമ്മുടെ അക്കൗണ്ട്സിനെ, ലെഡ്ജർ അക്കൗണ്ടുകളെ ബാലൻസ് ചെയ്യണം. നമ്മൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ, നമ്മളെ ഡെബിറ്റിലും ക്രെഡിറ്റിലും കുറേ ഐറ്റംസ് കാണും. എല്ലാ ഐറ്റംസ് എന്ത് ചെയ്യും, നമ്മൾ ആഡ് ചെയ്ത് വെക്കും. ആഡ് ചെയ്തിട്ട് ടോട്ടൽ എടുക്കും. ഇവിടെ ഇങ്ങനെ ടോട്ടൽസ് എടുക്കും. അപ്പോൾ ആഡ് ചെയ്ത് ടോട്ടൽസ് എടുത്തിട്ട് നമ്മൾ കൂടുതലുള്ള വാല്യൂവിൽ നിന്ന് കുറവുള്ള വാല്യൂവിനെ സബ്ട്രാക്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ എവിടെയാണോ കൂടുതൽ ഉള്ള സൈഡ്, ഇപ്പോൾ ക്രെഡിറ്റ് സൈഡാണ് കൂടുതലെങ്കിൽ ക്രെഡിറ്റ് സൈഡിൽ നിന്ന് ഡെബിറ്റ് സൈഡ് കുറയ്ക്കും. ഡെബിറ്റ് സൈഡാണ് കൂടുതലെങ്കിൽ ഡെബിറ്റ് സൈഡിൽ നിന്ന് ക്രെഡിറ്റ് സൈഡ് കുറയ്ക്കും. എന്നിട്ട് എവിടെയാണ് കുറവുള്ള സൈഡിൽ എന്ത് ചെയ്യും, നമ്മളൊരു എമൗണ്ട് എഴുതും. അതിനെയാണ് നമ്മൾ ബാലൻസിങ് ഫിഗർ എന്ന് പറയുന്നത്. അപ്പം കുറവുള്ള സൈഡിൽ നമ്മൾ എമൗണ്ട് എഴുതി കൊടുക്കും. എഴുതിയിട്ട് അതിനെയാണ് നമ്മൾ ബാലൻസിങ് ഫിഗർ എന്ന് പറയുന്നത്. എന്നിട്ട് രണ്ട് സൈഡ് നമ്മൾ എന്ത് ചെയ്യും, ഒരേ ടോട്ടൽ, വലിയ ടോട്ടൽ തന്നെ എടുത്തെഴുതും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ചെയ്യുന്നത് ബാലൻസിങ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ഇനി അതെങ്ങനെ എഴുതണം എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് അതെങ്ങനെ എഴുതണം എന്നുള്ളതാണ്. അതായത് ദ ടെക്നിക് ഓഫ് ഫൈൻഡിങ് ഔട്ട് ദ നെറ്റ് ബാലൻസ് ഓഫ് ആൻ അക്കൗണ്ട് ആഫ്റ്റർ ദ എൻഡ് ഓഫ് ദ പീരീഡ്. ആ ഒരു മാസം അല്ലെങ്കിൽ ഒരു വർഷം കഴിയുമ്പോഴാണ് നമ്മൾ ഈ ബാലൻസ് കണ്ടുപിടിക്കുന്നത്. രണ്ട് സൈഡും ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും നമ്മൾ ടോട്ടൽ ചെയ്യും. അതിനെയാണ് നമ്മൾ ബാലൻസിങ് ദി അക്കൗണ്ട് എന്ന് പറയുക. ഓക്കെ, അക്കൗണ്ട് രണ്ടിൻ്റെ ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും ടോട്ടൽ ചെയ്ത് കൂടുതലുള്ള സൈഡിൽ നിന്ന് കുറവുള്ള സൈഡിനെ നമ്മൾ സബ്ട്രാക്ട് ചെയ്യും. എന്നിട്ട് ആ കുറവുള്ള സൈഡിലായിരിക്കും നമ്മൾ ബാലൻസ് എഴുതി വെക്കുക. അപ്പോൾ അതിനെയാണ് നമ്മൾ ബാലൻസിങ് ദ അക്കൗണ്ട് എന്നുള്ള പേരിൽ പറയുന്നത്. ദ ബാലൻസ് ഇസ് പുട്ട് ഇൻ ദ സൈഡ് ഓഫ് ദ അക്കൗണ്ട് വിച്ച് ഇസ് സ്മോളർ. അപ്പോൾ എവിടെയാണ് എമൗണ്ട് കുറവ് അവിടെ ആയിരിക്കും നമ്മൾ ആ ഒരു എമൗണ്ട് ബാലൻസിങ് ഫിഗർ എഴുതുന്നത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, അതിനെ ക്യാരി ഫോർവേഡ് അല്ലെങ്കിൽ ക്യാരി ഡൗൺ എന്ന് പറഞ്ഞിട്ട് എഴുതും. ഒന്നുകിൽ ക്യാരി ഡൗൺ എന്ന് എഴുതും, അല്ലെങ്കിൽ ക്യാരി ഫോർവേഡ് എന്ന് എഴുതും. നമ്മൾ ബാലൻസ് ക്യാരി ഡൗൺ അല്ലെങ്കിൽ ബാലൻസ് ക്യാരി ഫോർവേഡ് എന്നാണ് ലെഡ്ജറിൽ എഴുതുന്നത്. ബാലൻസ് ക്യാരി ഡൗൺ അല്ലെങ്കിൽ ബാലൻസ് ക്യാരി ഫോർവേഡ്, ഇങ്ങനെയാണ് നമ്മൾ എഴുതുക ബാലൻസ് ഷീറ്റിൽ. ഓക്കെ, ഓൺ ദ അതർ ഹാൻഡ് ഇൻ ദ നെക്സ്റ്റ് പീരീഡ് എ റെഫറൻസ് ഇസ് ഗിവൺ ദാറ്റ് ദ ഓപ്പണിംഗ് ബാലൻസ് ഹാസ് ബീൻ ബ്രോട്ട് ഫോർവേഡ്. അപ്പോൾ എന്നിട്ട് നമ്മൾ അടുത്ത വർഷത്തേക്ക് വരുമ്പോൾ എന്ത് ചെയ്യാമെന്നറിയാം. ഓപ്പണിങ്ങിലാണ് ഈ ബാലൻസ് നമ്മൾ എഴുതുന്നത്. നെക്സ്റ്റ് ഇയറിൽ ഓപ്പണിങ്ങിൽ നമ്മൾ എഴുതുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് നമ്മൾ ലെഡ്ജറിൽ തുടങ്ങുമ്പം ടു ബാലൻസ് ബ്രോട്ട് ഡൗൺ അല്ലെങ്കിൽ ടു ബാലൻസ് ബ്രോട്ട് ഫോർവേഡ് എന്നോ വല്ലതും എഴുതാം. മനസ്സിലായോ? ബ്രോട്ട് ഡൗണും ക്യാരി ഡൗൺ, ഒന്നുകിൽ നമുക്ക് ക്യാരി ഡൗൺ അല്ലെങ്കിൽ ബ്രോട്ട് ഡൗൺ യൂസ് ചെയ്യാം. ഓക്കെ, ക്യാരി ഡൗൺ ബ്രോട്ട് ഡൗൺ ക്ലോസിങ്ങിൽ യൂസ് ചെയ്യാം. അക്കൗണ്ട്സ് ക്ലോസ് ചെയ്യുമ്പോൾ നമുക്ക് ക്യാരി ഡൗൺ അല്ലെങ്കിൽ ബ്രോട്ട് ഡൗൺ ഇതിലേതെങ്കിലും ഒന്ന് എടുത്താൽ മതി, ഒന്ന് യൂസ് ചെയ്യുക ഇഷ്ടമുള്ളത്. അപ്പോൾ നമ്മളെപ്പോഴും ഇതാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്, ഈ ക്യാരി ഡൗൺ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ക്യാരി ഡൗൺ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അടുത്ത വർഷം ഓപ്പണിങ്ങിൽ നമ്മൾ ബ്രോട്ട് ഡൗൺ ആയിരിക്കണം എടുക്കുന്നത്. ബ്രോട്ട് ഡൗൺ അല്ലെങ്കിൽ ബ്രോട്ട് ഫോർവേഡ് എന്ന രണ്ട് വേർഡ്സ് ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും ഒരു സെറ്റാണ്. ബ്രോട്ട് ഫോർവേഡ്, ക്യാരി ഡൗൺ. ക്യാരി ഡൗൺ ചെയ്തതിനെ നമ്മൾ ബ്രോട്ട് ഡൗൺ ചെയ്യുന്നത്. ഇനി ബ്രോട്ട് ഫോർവേഡ് ചെയ്തതിനെയാണ് നമ്മൾ
അതുപോലെ ബ്രോഡ് ഫോർവേഡ് ആണെങ്കിൽ നമുക്കിപ്പോൾ ചോദിക്കാം, നമുക്ക് ക്യാരി ഫോർവേഡ് ആണെങ്കിൽ നമുക്ക് ബ്രോഡ് ഫോർവേഡിൽ എടുക്കാം. ഓക്കെ, CF ആണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നെക്സ്റ്റ് ഇയറിൽ ഓപ്പണിംഗ് എടുക്കുമ്പോൾ CF ആണ് യൂസ് ചെയ്തേക്കുന്നതെങ്കിൽ നെക്സ്റ്റ് ഇയർ ഓപ്പണിംഗ് എടുക്കുമ്പോൾ BF വേണം എടുക്കാൻ. ഇനി ക്യാരി ഡൗൺ C/D ആണ് യൂസ് ചെയ്തേക്കുന്നത്, നെക്സ്റ്റ് ഇയറിൽ നമ്മൾ ഓപ്പണിംഗ് എടുക്കുമ്പോൾ ബ്രോഡ് ഡൗൺ വേണം എടുക്കാൻ. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് യൂസ് ചെയ്യാം. നമ്മൾ ഫോളോ ചെയ്യാൻ പോകുന്ന ഇതാണ് കേട്ടോ, ക്യാരി ഡൗണും അതായത് ക്ലോസിങ്ങിൽ ക്യാരി ഡൗണും ഓപ്പണിങ്ങിൽ നമ്മൾ ബ്രോഡ് ഡൗൺ ആണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. കാരണം കോമൺലി യൂസ്ഡ് ഇതാണ് കേട്ടോ, ബാലൻസ് ക്യാരി ഡൗൺ, ക്ലോസിങ്ങിൽ ബാലൻസ് ബ്രോഡ് ഡൗൺ, ഓപ്പണിങ്ങിൽ ഇങ്ങനെയാണ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്കിത് മതിയാവും. ഓക്കെ, ഇവരെണ്ണം നമ്മൾ ലെഡ്ജർ ബാലൻസ് ചെയ്യുമ്പോൾ നമ്മൾ എഴുതാൻ പോകുന്ന ഇതായിരിക്കും. ഇനി ട്രയൽ ബാലൻസ് പറഞ്ഞാൽ നമ്മളെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൻ്റെ അരിത്തമാറ്റിക്കൽ ആക്യുറസി ചെക്ക് ചെയ്യാനാണ് നമ്മൾ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നത്.